Hello, welcome all excelguru.co.in ഗൂഗിൾ ഷീറ്റ് കോഴ്സിലെ മൊഡ്യൂൾ 6 സിക്സ്ത് മൊഡ്യൂളാണ് നമ്മൾ സംസാരിക്കുന്നത്. സിക്സ്ത് മൊഡ്യൂളിൽ അതർ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് ഇവിടെ നമ്മൾ സംസാരിക്കുകയാണ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിനെ കുറിച്ചും ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ളൊരു ഫീച്ചർ പരിചയപ്പെടുന്നു. ഇൻസേർട്ട് ഇമേജസ് ആൻഡ് ലിങ്ക്സ്, നമ്മുടെ ഷീറ്റ്സിലേക്ക് ഇമേജുകളും ലിങ്ക്സും എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറയും. ഇൻസൈഡ് ചാർട്ട്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറയും. ചാർട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എക്സല്. അതോടൊപ്പം തന്നെ DP ഷീറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയും. അതോടൊപ്പം തന്നെ ആഡ് ഫിൽട്ടർ, എങ്ങനെ ഒരു ഫിൽട്ടർ ആഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആഡ് ടു ഹോം സ്ക്രീൻ. ഇത്രയും 7ഓളം ചാപ്റ്റേഴ്സാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മൊഡ്യൂൾ 6 ടീച്ചേഴ്സ് എന്നുള്ള ഫയലും തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ള ഷീറ്റിൽ ഡ്രോപ്പ് ഡൗൺ. ഓക്കെ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിക്റ്റ് എന്ന് ചോദിക്കും. ഈ ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്ന സമയത്ത് അവിടെ സെലക്ട് ചെയ്താൽ താഴോട്ട് കുറച്ച് ഡിസ്ട്രിക്റ്റുകളിലെ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 14 ഡിസ്ട്രിക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിനുമുമ്പ് സ്റ്റേറ്റ് ഉണ്ടാവും. സ്റ്റേറ്റ് നമ്മൾ ആദ്യം ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകൾ 28 സ്റ്റേറ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ രൂപത്തിൽ താഴോട്ടുള്ള ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഈ താഴെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നുള്ളതിൽ നിന്നും എനിക്ക് ഞാൻ നൽകിയ എക്സലിൽ നൽകപ്പെട്ട അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യപ്പെട്ട ഒരു ലിസ്റ്റിൽ നിന്നും എങ്ങനെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം. എനിക്ക് വേണ്ടത് ഈ ഒരു സെല്ലിലാണ്. അപ്പോൾ എനിക്ക് 2 സെല്ലിൽ വേണമെങ്കിൽ 2 സെല്ല് സെലക്ട് ചെയ്യണം. എനിക്കിപ്പോൾ ഇത് മാത്രം മതി. അപ്പോൾ ഞാൻ ഈ സെല്ല് മാത്രം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. മുകളിൽ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ എന്തുണ്ട്, ഡാറ്റ വാലിഡേഷൻ, 4ാമത്തെ ഫീച്ചറായിട്ടുള്ള ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ ലിസ്റ്റ് ഓഫ് ഐറ്റംസിൽ ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്ന് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ഫ്രം എ റേഞ്ച് എന്ന് കൊടുക്കുന്നു. ലിസ്റ്റ് ഫ്രം എ റേഞ്ച്. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ലിസ്റ്റ് കാണുമ്പോൾ യെസ് ഓർ നോ, അതുപോലത്തെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു ലിസ്റ്റിനാണ് നമ്മൾ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കൊടുക്കുന്നത്. ലിസ്റ്റ് ഫ്രം എ റേഞ്ച്, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ എക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലിസ്റ്റിൽ നിന്നും നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാനാണ് ലിസ്റ്റ് ഫ്രം എ റേഞ്ച് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. എങ്കിൽ കൂടെ അത് ഒരു തവണ ഈ ഡാറ്റ വാലിഡേഷനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. ടിക്ക് ബോക്സ് എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറ്റൻഡൻസിലെ ഷീറ്റിലൊക്കെ നമുക്ക് ഈ ടിക്ക് ആഡ് ചെയ്യാം, അല്ലേ? നമുക്ക് ചെക്ക് ബോക്സ് ആഡ് ചെയ്യാൻ ടിക്ക് ബോക്സാണ് ഉപയോഗിക്കാം. ടെക്സ്റ്റ് കണ്ടെയ്ൻസ്, നമുക്കൊരു ഡിമാൻഡ് വെക്കാൻ പറ്റും. ഈ ടെക്സ്റ്റിൽ ഇതേ പറ്റുമെന്നുള്ളത് പറ്റും. ടെക്സ്റ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ, അല്ലേ? ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൽ, നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൽ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൽ ഇത് ഉൾപ്പെടാനേ പാടില്ല. ഉദാഹരണം @gmail.com ഉൾപ്പെടാനേ പാടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് കണ്ടെയ്ൻസ് ഉള്ളത് ഉണ്ടായിരിക്കുന്ന നിർബന്ധമാണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാൻ പറ്റും. ടെക്സ്റ്റ് എക്സാക്ട്ലി ഈ ഒരു കള്ളിയിൽ ഈ ഒരു ടെക്സ്റ്റ് മാത്രമേ പറ്റൂ, അതാണിത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു വേർഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ C12, ഈ C12 എന്നുള്ള സെല്ലിൽ ടെക്സ്റ്റ് എക്സാക്ട്ലി നമ്മൾ സെലക്ട് ചെയ്താണെങ്കിൽ എന്താണ്, നമ്മൾ ടെക്സ്റ്റ് എക്സാക്ട്ലി നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഹൈ എന്ന് കൊടുത്താൽ ആ ഒരു കള്ളിയിൽ പിന്നെ ഹൈ എന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് എക്സാക്ട്ലി കൊടുക്കുന്നത്. പിന്നെ എന്തുണ്ട്, ഈസ് വാലിഡ് മെയിൽ, ഒരു ഇമെയിൽ ആകണം എന്ന് പറയുമ്പോൾ ഒരു ഇമെയിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ഈ ഒരു ഇവിടെ വന്നിട്ട് ഈസ് വാലിഡ് ഇമെയിൽ കൊടുത്താൽ, ഇമെയിൽ അല്ലാത്തൊരു കാര്യം വെറുതെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ അത് എന്താവില്ല, പരിഗണിക്കില്ല. ഈസ് വാലിഡ് URL, ഒരു URL എന്ന് പറഞ്ഞാൽ ലിങ്ക് ആയിരിക്കണം, നമുക്ക് എന്ത് ചെയ്യുക, കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. ഡേറ്റ് ഈസ് വാലിഡ്, ഒരു ഡേറ്റ് ആയിരിക്കണം, ഇന്ന ഡേറ്റ് തന്നെ ആയിരിക്കണം. ഡേറ്റ് ബിറ്റ്വീൻ കൊടുക്കാം. ഡേറ്റ് ബിറ്റ്വീൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു 2 ഡേറ്റ് കൊടുക്കണം, അല്ലേ? 2 ഡേറ്റ് വാല്യൂ ഓഫ് ഫോർമുല, 2 ഡേറ്റ്, ഒന്നാമത്തെ ഡേറ്റും രണ്ടാമത്തെ ഡേറ്റും, ഇതിനിടയിലുള്ള ഡേറ്റ് മാത്രമേ
ഉണ്ടാകാൻ പാടുള്ളൂ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഷർത്തുകൾ, കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് ഈസ് നോട്ട് ബിറ്റ്വീൻ കൊടുക്കാൻ പറ്റും അല്ലേ. ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ഈസ് ഓൺ ഓർ ബിഫോർ അല്ലേ. അതുപോലെ ടെക്സ്റ്റ് ഈസ് ഡേറ്റ് ഈസ് ബിഫോർ, ഡേറ്റ് ഈസ് ഓൺ ആഫ്റ്റർ, ഡേറ്റ് ഈസ് ആഫ്റ്റർ, ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് സംഖ്യ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 100-നേക്കാൾ വലിയ സംഖ്യ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റും, ഗ്രേറ്റർ ദാൻ കൊടുക്കാം. ഇവിടെ 100 ടൈപ്പ് ചെയ്താൽ 100-നേക്കാൾ വലിയ സംഖ്യ മാത്രമേ കള്ളിൽ അടിക്കാൻ പറ്റുള്ളൂ. ആ രൂപത്തിൽ ഉള്ള ഒരുപാട് കണ്ടീഷണൽ കണ്ടീഷൻസ് അല്ലേ, ഡാറ്റ വാലിഡേഷൻ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതിന് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയാം. ഓക്കെ, ഡാറ്റ വാലിഡേഷൻ അതിന് പറയാം. ഇതിൽ നമുക്കിപ്പോൾ വേണ്ടത് ലിസ്റ്റ് ഫ്രം എ റേഞ്ച് എന്നുള്ള ഫീച്ചറാണ്. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റർ എ റേഞ്ച് ഓർ ഫോർമുല എന്ന് കൊടുക്കുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ റേഞ്ച് ടൈപ്പ് ചെയ്യണം അല്ലേ. A1 B1 എന്ന് പോലെ രൂപത്തിൽ ഒരു റേഞ്ച് എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് പോകുന്നു, ഈ റേഞ്ച് എവിടെയാണ് നോക്കുന്നു അല്ലേ. B15 മുതൽ B20 വരെയാണ് അല്ലേ. B15 മുതൽ B20 വരെയാണ് എന്തുള്ളത്, ഈ റേഞ്ച് ഉള്ളത്. ഓക്കെ, ഞാൻ നോക്കി വെക്കുന്നു. B15 മുതൽ B20 വരെ ഇവിടെ വരുന്നു. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു, ഡാറ്റ വാലിഡേഷൻ. ഓക്കെ, ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ഫ്രം എ റേഞ്ച് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, B15 മുതൽ B20 വരെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു ടിപ്പ് പറയുന്നുണ്ട്, യൂസ് അബ്സല്യൂട്ട് റെഫറൻസ് അല്ലേ. അതായത് നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, നമ്മൾ ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഒരു സെല്ലിൽ മാത്രമായതുകൊണ്ട് ലോക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ഒന്നിലധികം സെല്ലുകൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ലോക്ക് ചെയ്യുന്നത് നിർബന്ധമാണ്. ഓക്കെ, ആ കാര്യം വിട്ടുപോകരുത്. ലോക്ക് ചെയ്തേ ഈ ഒരു ലിസ്റ്റ് ഫ്രം എ റേഞ്ച് എന്നുള്ള ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ B15 മുതൽ B20 വരെ കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, താഴോട്ടൊരു ആരോ വന്ന് കാണാൻ പറ്റും അല്ലേ. ആരോ ക്ലിക്ക് ചെയ്താൽ ഇതാ കുറച്ച് ജില്ലകൾ, നമ്മൾ താഴെ കുറച്ച് ജില്ലകൾ ലിസ്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ മലപ്പുറം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാ കോഴിക്കോട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്താൽ തന്നെ താഴെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഒരു താഴേക്ക് ഒരു ആരോ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ചില സമയത്ത് നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഓൺ ആവുന്ന സമയത്ത് ഇത് ഫസ്റ്റ് 2 വട്ടം നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഡാറ്റ വാലിഡേഷൻ ലോഡാവില്ല, ഈ റേഞ്ച് ലോഡാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 വട്ടം ഒന്ന് വെയിറ്റ് ചെയ്താൽ ഒരു പക്ഷേ എന്ത് ചെയ്യും, ഇത് റെഡിയാവും. ഓക്കെ, ഇത് ഫസ്റ്റ് സമയം ഒരു ഷീറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഫസ്റ്റ് സമയത്ത് ഒരു പക്ഷേ ലോഡാകാൻ പ്രയാസപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് അത് പിന്നെ പെട്ടെന്ന് ലോഡാവാത്തത് കാണുന്ന സമയത്ത് പ്രശ്നമാവേണ്ട ആവശ്യമില്ല. 2-3 വട്ടം ട്രൈ ചെയ്താൽ അത് റെഡി ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാം. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് തന്നെ നമുക്ക് അതായത് ഡാറ്റ ഫ്രം റേഞ്ച് അല്ലാതെ ലിസ്റ്റ് ഫ്രം റേഞ്ച് അല്ലാതെ ലിസ്റ്റ് നേരെ കൊടുക്കാൻ പറ്റും. ഞാൻ ഡാറ്റ വാലിഡേഷൻ കൊടുക്കുന്നു അല്ലേ. ഇതിൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു, ഐറ്റംസ് കൊടുക്കുന്നു, യെസ്, പിന്നെ കോമ ഇട്ടാൽ മതി അല്ലേ, കോമ. ഓക്കെ, മേ ബി ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. മലയാളത്തിലാക്കാം, അതെ, അല്ല, കോമ. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. സേവ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്നു, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഡാറ്റ വാലിഡേഷൻ അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് റേഞ്ച് എടുക്കണം എന്നില്ല, വേറെ ഷീറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, റേഞ്ച് എടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്ത്, ആ ഷീറ്റിന് നെയിം കൊടുക്കുക എന്നുള്ളൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടാൽ മതി അല്ലേ. ഉദാഹരണം കാണിക്കാം, ഞാൻ DP എന്ന സെല്ലിലാണ് ആഡ് ചെയ്യാൻ വിചാരിക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് ആഡ് ചെയ്യാണ്, എന്ത് എക്സൽ, വേർഡ്, താഴോട്ട് വേർഡ്, പവർ പോയിൻറ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഫസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ കൊണ്ടിടാൻ പറ്റില്ലേ. ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഒരു A2 മുതൽ A4 വരെ അല്ലേ, A2 മുതൽ A4 വരെ ഞാൻ ഇവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഡാറ്റ വാലിഡേഷൻ. ഇതിൻ്റെ പേര് നമുക്ക് ഓർത്ത് വെക്കണം, എന്താണ്, DP അല്ലേ. DP A2 മുതൽ A4 വരെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വരുന്നു. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യാം നമുക്ക് ഡാറ്റ വാലിഡേഷൻ, ലിസ്റ്റ് ഫ്രം എ റേഞ്ച്. എന്ത് ചെയ്യാം, ഹോം അല്ലേ, ആദ്യം DP ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക്, പിന്നെന്താണ് A2 മുതൽ A4 വരെ. ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് എന്ത് അപ്ലൈ ചെയ്യാം, നമുക്ക് ഇതിൽ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാൻ നിർബന്ധമാണെന്ന് അല്ലേ, ടിപ്പ് അല്ലേ താഴെ ഗൂഗിൾ ഷീറ്റിന് പറയുന്നുണ്ട് അല്ലേ. ലോക്ക് ചെയ്യുന്നു, A2 A4 ഒക്കെ സേവ് ചെയ്യുന്നു. യെസ്, ഇത് ക്ലിക്ക് ചെയ്യുന്നു, താഴെ കാണാം
എക്സൽ, ഓക്കെ, വേർഡ്, യെസ്, പവർ പോയിന്റ്. ഈ രൂപത്തിൽ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ്, രണ്ടാമത്തെ ഫീച്ചറാണ് എന്ത്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ളത് അല്ലേ, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കേസ് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്ത് ചെറിയ മിസ്റ്റേക്ക് പറ്റി. ചില കുട്ടികളുടെ പേര് മുഹമ്മദ് MMAD ടൈപ്പ് ചെയ്ത്, ചിലത് MMED ആണ്. ഉദാഹരണം പറഞ്ഞാൽ ഗൂഗിൾ ഫോംസിലാണ് എല്ലാ ടീച്ചേഴ്സും ടൈപ്പ് ചെയ്തത്. ഇപ്പോൾ മുഹമ്മദ് എന്നുള്ളത് ഗൂഗിൾ ഫോമിൽ ടൈപ്പ് ചെയ്ത സമയത്ത് ചില ടീച്ചേഴ്സ് എന്ത് ചെയ്തു, അത് മുഹമ്മദ് ആക്കി, അല്ലെ MMAD ആക്കി, ചിലത് MMED ആക്കി. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യണം, അധിക കുട്ടികൾ, എല്ലാ കുട്ടികളും MMED ആണെന്ന് വിചാരിക്കുക. എല്ലാ കുട്ടികളും മുഹമ്മദ് MMED, അവസാനം മുഹമ്മദ് MUHA MMED ആണെന്നുള്ള രൂപത്തിലുള്ളത്. പക്ഷേ AD നമുക്ക് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം, അല്ലേ, പരിഹരിക്കണം. അപ്പോൾ നമ്മൾ അത് മാനുവലി മാറ്റാൻ നിന്നാൽ അത് ബുദ്ധിമുട്ടാണ്. കുറച്ച് കുട്ടികൾ, 10 കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, രണ്ടാമത്തെ ഓപ്ഷൻ ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഫൈൻഡ് വാട്ട് കൊടുക്കാം. നമുക്ക് എന്താ പിന്നെ ഫൈൻഡ് ചെയ്യേണ്ടത്, മുഹമ്മദിലെ MMED മുഹമ്മദ്. ഞാൻ അതുപോലെ ടൈപ്പ് ചെയ്യുന്നു, സ്പേസ് ഉണ്ടാവരുത് കേട്ടോ, സ്പേസ് ഉണ്ടാവരുത്. ഇവിടെ കാണാൻ പറ്റും 1/3, 3 മുഹമ്മദ് ഉണ്ട് കാണാൻ പറ്റും. താഴെ കണ്ടോ റീപ്ലേസ്, ഞാൻ എന്ത് ചെയ്യുന്നു, മുഹമ്മദ് MMED ആക്കുന്നു. യെസ്, എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ആൾ കൊടുക്കുന്നു. ആൾ കൊടുത്താൽ എല്ലാം ഒരുമിച്ച് റീപ്ലേസ് ആണ് കാണാൻ പറ്റും. ഓക്കെ, റീപ്ലേസ് അടിച്ചാൽ നമ്മളിപ്പോൾ സെലക്ട് ആയത് മാത്രമേ റീപ്ലേസ് ആവുള്ളൂ. ഓൾ കൊടുത്താൽ ഒക്കെ റീപ്ലേസ് ആവും, അല്ലേ. ഓക്കെ, 2 ഒക്കറൻസ് റീപ്ലേസ് അല്ലേ. ഓൾ കൊടുത്ത സമയത്ത് ആദ്യം 1 റീപ്ലേസ് ചെയ്ത് പിന്നെ 2 ഒരുമിച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ എല്ലാം മുഹമ്മദ് ആയതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ റീപ്ലേസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഇത് നമുക്ക് ഫൈൻഡ് മാത്രം ചെയ്യാട്ടോ, റീപ്ലേസ് ചെയ്യാതെ ഫൈൻഡ് മാത്രം ചെയ്യാനും പറ്റും. റീപ്ലേസ് ചെയ്യാതെ നമുക്ക് എവിടെ തിരയുന്ന സമയത്ത് ജസ്റ്റ് ആ ഫൈൻഡിൻ്റെ അവിടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് എവിടെയാണ്, ഇപ്പോൾ വലിയൊരു ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ആ ആളെ പേരുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പിന്നെ ഫീച്ചർ നമ്മൾ പറയുന്നത് ഇൻസേർട്ട് ഇമേജസ് ആൻഡ് ലിങ്ക്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഇമേജസ് ആഡ് ചെയ്യണം. ഗൂഗിൾ ഷീറ്റിൽ എങ്ങനെ ഇമേജസ് ആഡ് ചെയ്യാം എന്നുള്ളതുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഒരു പോസ്റ്റർ ജനറേറ്റിംഗ് വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഒരിക്കൽ കൂടെ പറയാം, അല്ലേ. ഇങ്ങോട്ട് പാരറ്റിൻ്റെ ഇമേജ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. മുകളിൽ നമുക്ക് വേണ്ട സെല്ല് സെലക്ട് ചെയ്യാം. മുകളിൽ പ്ലസ് ഐക്കൺ കണ്ടോ, പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുന്നു. ഇമേജസ്, അപ്പോൾ 2 ഓപ്ഷൻ വരും. ഇമേജ് ഇൻ സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത C4 എന്ന സെല്ലിലാണോ, ഓവർ സെല്ല് അതോ സെല്ലിൻ്റെ മുകളിലൂടെ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇമേജ് ഇൻ സെല്ല് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇമേജ് ഇൻ സെല്ല, ഈ സെല്ലിനകത്താണ് വേണ്ടത്. ഓക്കെ, ഇൻ സെല്ല് കൊടുക്കുന്നു. ഫ്രം ഫോട്ടോസ് കൊടുക്കുന്നു. ഓക്കെ, ഫ്രം ഫോട്ടോസിൽ ഇതാകുന്നു, അല്ലേ, ഇമേജസ് പാരറ്റ് കൊടുക്കുന്നു. പാരറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഡിയർ, അല്ലേ, ഡിയർ നമുക്ക് ഇൻ സെല്ലാണ് വേണ്ടത്, അല്ലേ. ഡിയർ സെലക്ട് ചെയ്യുന്നു. മുകളിലെ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുന്നു. ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഇൻ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫ്രം ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നു, അല്ലേ. ഡിയർ മാനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അത് PNG ഇമേജ് സപ്പോർട്ടോ ഇല്ലേ. PNG ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യണത് കാണാൻ പറ്റും, അല്ലേ. ഇതിൽ PNG ഇമേജ് സപ്പോർട്ട് ചെയ്യണത് കാണാൻ പറ്റും. PNG എന്ന് അറിയാത്ത ഉസ്താദുമാരോ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമില്ല. ഓക്കെ, പിന്നെ A+ ഇമേജസ് ഇൻ സെല്ല് ഫ്രം ഫോട്ടോസ് ആപ്പിൾ, അല്ലേ. ഇനി മൈ ഹൗസിൻ്റെ ഹൗസ് എന്ത് ചെയ്യണം, എനിക്ക് ഓവർ സെല്ലാക്കണം, അല്ലേ. ജസ്റ്റ് സെല്ലിൻ്റെ പുറത്തേക്കും വേണം, അല്ലേ, പുറത്തേക്കും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ആ സെല്ല് സെലക്ട് ചെയ്യുക. ആ സെല്ല് സെലക്ട് ചെയ്യണമെന്നല്ല, എവിടെ സെലക്ട് ചെയ്താലും മതി, അല്ലേ. ഇമേജസ് കൊടുക്കുക, ഓവർ സെല്ലേ, ഇമേജ് ഓവർ സെൽസ് കൊടുക്കുന്നു. ഫ്രം ഫോട്ടോസ് കൊടുക്കുന്നു. പിന്നെ മൈ ഹൗസ് എന്നുള്ള ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെറുതാക്കാൻ വലുതാക്കാനൊക്കെ പറ്റും, അല്ലേ. നമുക്ക് ചെറുതാക്കാം വലുതാക്കാം, നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ഷീറ്റിലേക്ക് ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ലിങ്ക്സ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ലിങ്കുകളിൽ നമ്മുടെ എന്ത് ലിങ്കുകൾ, യൂട്യൂബ് ലിങ്കുകൾ, വാട്സപ്പ് ചാനൽ ലിങ്ക്, വെബ്സൈറ്റ് ലിങ്കൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം, അല്ലെ മറ്റുള്ള ലിങ്കുകൾ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. പ്ലസ്, അല്ലെ, മേലത്തെ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലിങ്ക് എന്ന് കാണാൻ പറ്റും. യെസ്, അപ്പോൾ ലിങ്ക് വേണം. ലേബൽ എന്നല്ലേ, ലേബലിൽ നിന്ന് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത സാധനം അവിടെ ലേബലായി വരും, അല്ലേ. URL വേണം. അപ്പോൾ URL ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വരുന്നു. ഓക്കെ, എന്നിട്ട് ലിങ്ക്സ്, അല്ലേ, എൻ്റെ ലിങ്ക്സിൽ വരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതാ, ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക്, അല്ലേ. അത് ഞാൻ കോപ്പി ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരാം. മോഡ്യൂൾ 6 വരുന്നു. URL ഇവിടെ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. സേവ്. ഓക്കെ, അപ്പോൾ അത് ലിങ്കായി. ഇനി ആ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, താഴെ വരുന്ന കാണാൻ പറ്റും, അല്ലേ. അത് ക്ലിക്ക് ചെയ്താൽ നേരെ യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് പോകുന്നതാണ്. ഓക്കെ,
ആ രൂപത്തിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്സപ്പ് ചാനൽ ലിങ്ക് നമുക്ക് ആഡ് കാട്ടാം. ഓക്കെ, ഇവിടെ ലിങ്ക്സിൽ വരുന്നു, വാട്സപ്പ് ചാനൽ സെലക്ട് ചെയ്യുന്നു, ലിങ്ക് കോപ്പി ചെയ്യുന്നു. വാട്സപ്പിൽ പോയിട്ട് കോപ്പി ചെയ്താൽ മതി, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ജോലി പെട്ടെന്നില്ല, നമ്മുടെ ഈ വീഡിയോ പെട്ടെന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പോൾ കോപ്പി ചെയ്യുന്നു, എക്സൽ വരുന്നു, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു, ലിങ്ക്സ് കൊടുക്കുന്നു, URL വരുന്നു, ഇത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ലിങ്ക് അപ്ലൈ ചെയ്ത സമയത്ത് ബ്ലൂ കളറായി കാണാൻ പറ്റില്ല. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കളറൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ കളറൊക്കെ മാറ്റാൻ പറ്റും. അണ്ടർലൈനൊക്കെ ഒഴിവാക്കാനൊക്കെ പറ്റും അല്ലേ. അണ്ടർലൈൻ നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ഓക്കെ, ഫോർമാറ്റ്സ് അല്ലേ, ഏത് രൂപത്തിലൊക്കെ മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാനൽ എന്നുള്ള ഒരു ഗ്രീൻ കളർ കൊടുക്കുക അല്ലേ, ഒരു ഗ്രീന് കളർ കൊടുക്കുക. വാട്സപ്പ് ഗ്രീൻ ആയതുകൊണ്ട് ആ രൂപത്തിലേക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താവില്ല, അതിന്റെ ലിങ്ക് പോകില്ല. അതിന് ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്തെങ്കിലും ലിങ്ക് വരുന്നതാണ്. ഞാൻ വെബ്സൈറ്റിൽ ലിങ്ക് കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, എക്സൽ ഗുരുവിന്റെ വെബ്സൈറ്റിൽ ലിങ്ക് കോപ്പി ചെയ്യുന്നു, കോപ്പി. ഓക്കെ, ഇവിടെ വരുന്നു, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു, ലിങ്ക്, URL, പേസ്റ്റ്, സേവ്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ലിങ്കും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കുള്ളത് ചാർട്ട്സ് ആണ്. ഒരു ചാർട്ട് എങ്ങനെ ആഡ് ചെയ്യാന്ന്, ഒരു പിന്നെന്താണ്, 3 ടീം, നമ്മുടെ ക്ലാസ്സിലെ 3 ടീമിന്റെ ഒരു പിന്നെ പെർഫോമൻസ് ചാർട്ടാണ് അല്ലെ, അവരുടെ പോയിന്റിന്റെ ചാർട്ടാണ്. അപ്പൊ ഇതിന് ചാർട്ട് ഉണ്ടാക്കണം. എക്സൽ എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചാർട്ടുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഈ ചാർട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് മൊത്തം സെലക്ട് ചെയ്യുന്നു, ടീം എന്നുള്ള പോയിന്റ് എന്നുള്ളതും മുകളിലത്തെ വേണ്ട ബാക്കിയെല്ലാം മൊത്തം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആ കോളം ഹെഡേഴ്സും ആ ഡാറ്റയും സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് മുകളിൽ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു, പ്ലസ്. എന്നിട്ട് ചാർട്ട് ഉണ്ട്, ചാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കുറച്ച് ചാർട്ടുകൾ വന്നിട്ടുണ്ട് അല്ലെ, ടൈപ്പ് ഓഫ് ചാർട്ടില്. ഇവിടെ നമുക്ക് പോയാൽ കുറച്ച് ചാർട്ടുകൾ രൂപം കാണാൻ പറ്റും. ലൈൻ ചാർട്ട് അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഏരിയ ചാർട്ട്, കോളം ചാർട്ട് അല്ലെ, ബാർ ചാർട്ട്, പൈ ചാർട്ട്. ഇവിടെ റെക്കമെൻഡഡ് വരുന്നുണ്ട്, റെക്കമെൻഡഡ്. ഈ ഒരു ഡാറ്റക്ക് പറ്റിയ റെക്കമെൻഡ് ചെയ്ത് എക്സൽ തന്നെ അല്ലെ, ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യുന്ന ചാർട്ട് ഉണ്ട്. ഞാൻ തൽക്കാലം അത് തന്നെ ക്ലിക്ക് ചെയ്യുന്നു, ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അപ്പൊ ഒരു ചാർട്ട് ഇവിടെ ആഡ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും അല്ലെ. പോയിന്റ് VS ടീം എന്നല്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തു അല്ലെ. ചെറുതാക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. അതായത് എന്താണ്, പോയിന്റും ടീമും തമ്മിലുള്ള അല്ലെ, അതായത് റെഡിന് 50 അല്ലെ, 50 പോയിന്റ് ആണ്, റെഡ് 55 പോയിന്റ് അവിടെ കാണാൻ പറ്റും. ഗ്രീൻ ആണെങ്കിൽ 50 പോയിന്റ് അല്ലെ, യെല്ലോ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എത്ര 85 പോയിന്റ് നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റും. ചാർട്ടിന് കുറച്ച് ഫീച്ചേഴ്സ് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ചാർട്ടിന്റെ എന്ത് പിന്നെ കളർ എഡിറ്റ് ചെയ്യാം, കളർ മാറ്റാൻ പറ്റും അല്ലെ. ഈ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ രൂപത്തിലൊക്കെ ഇവിടെ കളർ മാറ്റാനൊക്കെ പറ്റും. അല്ലെ, നമുക്ക് താല്പര്യം കളർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെജൻസ് ഏത് രൂപത്തിൽ എവിടെയാണ് വേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ രൂപത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ടൈപ്സ് ഒക്കെ വീണ്ടും നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു പിന്നെ SBവിന്റെ ഇതിന്റെ ഒരു റിയൽ കേസ് നോക്കാം അല്ലെ. ഒരു മദ്രസ അധ്യാപകർക്കോ അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകർക്കോ ഇതിനൊരു റിയൽ കേസ് സാധാരണ പലപ്പോഴും ആവശ്യം വരുന്ന ഒരു സന്ദർഭം നോക്കാം. അപ്പം നമ്മൾ കണക്ക് അവതരിപ്പിക്കുകയാണ് മീറ്റിങ്ങിലോ പിന്നെ കമ്മിറ്റി മീറ്റിങ്ങിലോ അല്ലെങ്കിൽ മറ്റു മീറ്റിങ്ങിൽ പിന്നെ ഒരു ചെലവിന്റെ കണക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് പിന്നെ SBവിന്റെ ടോട്ടൽ ചെലവ് എത്രയാണ്, ടോട്ടൽ ചെലവ് എങ്ങനെ കാണും, ജസ്റ്റ് ഒരു സം ഇട്ട് നോക്കാം അല്ലെ. ഒരു സം ഇട്ട് നോക്കാം, സം ആഡ് ചെയ്യാം, സം ആഡ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, യെസ്. ഓക്കെ, 2480 രൂപയാണ് ടോട്ടൽ SBവിന്റെ ചെലവ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനൊക്കെയാണ് ചെലവ് വന്നതെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ചാർട്ടായിട്ട് കാണിക്കാൻ പറ്റും അല്ലെ. നമ്മുടെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു ചാർട്ടുകളൊക്കെയാണ്. നമുക്ക് ഈ ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതൊക്കെയാണ് വരുന്ന ചെലവുകൾ എന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ ഒരു ചാർട്ട് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു, ചാർട്ട് കൊടുക്കുന്നു. ഓക്കെ, ടൈപ്പ് ഓഫ് ചാർട്ട് മാറ്റി നമുക്ക് ബാർ ചാർട്ട് ആക്കാം അല്ലെ. ബാർ ചാർട്ട് ആക്കുന്നു, ടിക്ക് കൊടുക്കുന്നു, യെസ്. പൈ ചാർട്ട് അല്ലെ, ഇത് പൈ ചാർട്ട് ആണ് അല്ലെ. പൈ ചാർട്ട് ആക്കുന്നു. ഏത് ബാർ ചാർട്ട്, ഇത് പൈ ചാർട്ട് അല്ലെ. ഓക്കെ, പൈ ചാർട്ട് കാണാൻ പറ്റും നമുക്ക്. റീസൈസ് ചെയ്യാം, റീസൈസ് ചെയ്യാം. ഓക്കെ, ഇതാണ് പൈ ചാർട്ട് അല്ലെ. അപ്പൊ എന്താണ് അതേഴ്സ് അല്ലെ, അതേഴ്സിന് ഒരു 200 രൂപ ചെലവായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെലവായിട്ട് അബർറൂക്കാണ്, 1500 രൂപ ചെലവായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ആ യെല്ലോ, വലിയ ഭാഗത്തെ യെല്ലോ ഉണ്ട്. പിന്നെ കൂടുതൽ ഗിഫ്റ്റ് ആണ്, സമ്മാനങ്ങൾക്കാണ്. മദ്രസയിൽ പല പരിപാടികൾക്ക് സമ്മാനം കൊടുത്തതാണ് കാണാൻ പറ്റുന്നത്. 25% സമ്മാനത്തിനാണ് പോയിട്ടുള്ളത് അല്ലെ. അത് എത്രയാണ്,
150 അല്ലെ, എത്ര 630 രൂപ. പിന്നെ സ്റ്റേഷനറിക്ക് എത്ര, ഒരു 150 രൂപ, 6% അല്ലെ. ആകെ ചെലവിന്റെ 6% സ്റ്റേഷനറിക്കാണ് പോയിട്ടുള്ളത്, പല സാധനം വാങ്ങാൻ പോയിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഈ ചാർട്ടുകൾ നമുക്ക് പലപ്പോഴും നമ്മുടെ പിന്നെ ഈ വർക്കുകളൊക്കെ റെപ്രസെന്റ് ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്പെടുന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഫിൽട്ടർ പറയാം അല്ലെ. ഫിൽട്ടർ, ഇപ്പൊ ഇവിടെ ഒരു വലിയ ഏകദേശം 200 എന്താ റോ ഓഫ് ഡാറ്റ ഉള്ള ഒരു ഡാറ്റ ഉണ്ട് അല്ലെ, കുട്ടികളെ ലിസ്റ്റ് ഉണ്ട്. ഇതിൽ എനിക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികളെ മാത്രം കിട്ടണം. 10ാം ക്ലാസ് ഓർഡറിലാണ് ഉള്ളത് അല്ലേ, ആ പ്രശ്നമില്ല. അപ്പൊ എനിക്ക് ഗേൾസിനെ മാത്രം കിട്ടണം. ഓക്കെ, അല്ലെങ്കിൽ ബോയ്സിന് മാത്രം കിട്ടണം. അപ്പൊ പിന്നെ റബി ലെവൽ പരിപാടിക്ക് കുട്ടികളെ ബോയ്സ് റാലിക്ക് വേണ്ടിയിട്ട് ബോയ്സിന് ലിസ്റ്റ് മാത്രം കിട്ടണം. അപ്പൊ എന്ത് ചെയ്യും, ഫിൽട്ടർ എങ്ങനെ അപ്ലൈ ചെയ്യും? ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ പോകുന്നു, ക്രിയേറ്റ് എ ഫിൽട്ടർ കൊടുക്കുന്നു. ഓക്കെ, ക്രിയേറ്റ് എ ഫിൽട്ടർ വന്നു അല്ലെ. ഇനി ഞാൻ ജെൻഡറിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ബോയ് അൺടിക്ക് ചെയ്യുന്നു, ഗേൾ മാത്രം ആക്കുന്നു. സോറി, നമുക്ക് ബോയ് ആണല്ലോ വേണ്ടത്. അപ്പൊ ഞാൻ ബോയ് ടിക്ക് ചെയ്യുന്നു, ഗേൾ അൺടിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അതിൽ കാണാൻ പറ്റും, ബോയ്സിന്റെ ലിസ്റ്റ് മാത്രം വന്ന് കാണാൻ പറ്റും അല്ലെ. ബോയ്സിന്റെ ലിസ്റ്റ് മാത്രം വന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി ക്ലാസ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ക്ലാസ്സിൽ വരുന്നു. ക്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യാം, എനിക്ക് എല്ലാ ക്ലാസ്സും വേണ്ട, മുതിർന്ന ക്ലാസ് മാത്രം മതി. ദഫിനോ അല്ലെങ്കിൽ സ്കൗട്ടിനോ ഒക്കെയാണ്, ഇപ്പൊ 5ാം ക്ലാസ് മുതൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സെലക്ട് ആൾന്ന് അൺടിക്ക് ചെയ്യും അല്ലെ, സോറി ക്ലിയർ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലിയർ കൊടുത്തിട്ട് വേണ്ട ക്ലാസ് മാത്രം സെലക്ട് ചെയ്യുന്നു. 5, 6, 7, 8, 9 അല്ലെ 10 സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, 10 മുതൽ 5 വരെയുള്ള അല്ലെങ്കിൽ 5 മുതൽ 10 വരെയുള്ള ബോയ്സിന്റെ ലിസ്റ്റ് മാത്രം കിട്ടി. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും അല്ലെ. ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നമ്മുടെ ഒരു മദ്രസ സ്റ്റുഡൻസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഫയലിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഉറപ്പെടുത്താണ്. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാനുള്ളത് എന്താണ്, ഒരു DP ഷീറ്റ് എന്നുള്ള ഷീറ്റാണ്. ഈ DP ഷീറ്റ് എന്താണെന്ന് നോക്കാം. എന്താ DP ഷീറ്റ്? ഓക്കെ, ഇവിടെ ഫസ്റ്റ് DP കാണാൻ പറ്റും. എന്താണ് ഈ DP? ജസ്റ്റ് ഞാൻ പിന്നിലോട്ട് വരുന്നു, എന്റെ ഗൂഗിൾ ഷീറ്റ് എടുക്കുന്നു. എന്റെ ഗൂഗിൾ ഷീറ്റിൽ ഞാൻ എല്ലാ അധിക ഫയൽ, ഇപ്പൊ സ്മാർട്ട് ലെഡ്ജർ പ്രോ, ഇതെന്താണ്, നമ്മുടെ വരവ് ചെലവ് കണക്ക് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെ. ഇത് നമ്മുടെ 8ാമത്തെ മൊഡ്യൂൾ പറയാനുണ്ട് അല്ലെ. എക്സാം സീറ്റിംഗ്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഒരു ഷീറ്റ് ഇടും. അതിന്റെ പേര് DP എന്ന് എടുക്കും. DP എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ പിക്ചർ അല്ലെ, ഡിസ്പ്ലേ പിക്ചർ. നമ്മൾ മൊബൈലിലൊക്കെ ഇത് കാണുന്ന സമയത്ത്, നമ്മളിപ്പോ ഇവിടെ ഈ ക്ലാസ് 5 MIM വാക്കാലൂര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്ന ഷീറ്റിന്റെ പേരാണ് DP ഷീറ്റ്. ഇപ്പൊ സ്മാർട്ട് ലെഡ്ജർ ബേസിക്, ഇവിടെ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. ആ ഇമേജ് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. മദ്രസ റെക്കോർഡ്, അപ്പൊ ഇത് ബ്ലൂ കളറിലാണ്. മദ്രസ കിതാബ് ഓർഡർ, ഒരു കിതാബിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. സലാഡ് ട്രാക്കർ അല്ലെ, കുട്ടികൾ നിസ്കരിക്കുന്ന ഒരു രൂപമുണ്ട്. അതുപോലെ തന്നെ മദ്രസ ലൈബ്രറി ആണ് സമയത്ത് ലൈബ്രറിന്റെ ഫോട്ടോ ഉണ്ട്. അപ്പൊ ആ രൂപത്തിൽ ഇത് മൊഡ്യൂൾ 6 ആണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ 6 ഇട്ട് കാണാൻ പറ്റും. അതെങ്ങനെ ആഡ് ചെയ്യാം, ഒരു DP ഷീറ്റ് എങ്ങനെ ആഡ് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഒരു പുതിയ ഷീറ്റ് ആഡ് ചെയ്യുന്നു. ഫസ്റ്റിലേക്ക് കൊണ്ടുവരട്ടോ, DP ഷീറ്റ് എന്തായാലും ഫസ്റ്റിലാവണം അല്ലെ. ഞാൻ എന്ത് ചെയ്യുന്നു, മൂവ് ലെഫ്റ്റ് കൊടുക്കുന്നു. അപ്പൊ ഫസ്റ്റിൽ വന്നു. റീനെയിം ചെയ്യാം, റീനെയിം ചെയ്യണമെന്നില്ല കേട്ടോ, ഏത് പേര് കൊടുക്കാം. നമുക്ക് DP ആണ് സമയത്ത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാണത് DP ആണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് കുറച്ച് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് മെർജ് ചെയ്യും അല്ലെ, മെർജ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യാണ് എന്ത്, മൊഡ്യൂൾ ഫുൾ ക്യാപിറ്റൽ ആയിക്കോട്ടെ, മൊഡ്യൂൾ 6. ഓക്കെ, എന്ത് ചെയ്യാം, ഒരു സെൻട്രൽ അലൈൻമെന്റ് ആക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ സെൻട്രലിലേക്ക് കൊണ്ടുവരുന്നു അല്ലെ, മിഡിലാക്കുന്നു. ദെൻ സൈസ് കൂട്ടുന്നു, പോരാ. ഓക്കെ, ഇത് മതിയോ. ദെൻ ബോൾഡ് ചെയ്യുന്നു, ഫോണ്ട് ഒക്കെ വേണമെന്ന് മാറ്റാം അല്ലെ. ഈ കളർ ഒന്ന് കൊടുക്കുക അല്ലെ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഫില്ല്, ഫോർമാറ്റ് സെല്ല് പോകുന്നു, ഫില്ല് പോയിട്ട് അല്ലെ, സെലക്ട് ചെയ്യുന്നു. ഞാൻ ബാക്ക് ചെയ്യുന്നു അല്ലെ, ഒന്ന് റീലോഡ് ചെയ്യണം അല്ലെ. നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്യുന്ന അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പൊ അതെ, മൊഡ്യൂൾ 6 കാണാൻ പറ്റില്ല, മൊഡ്യൂൾ 6 കാണാൻ പറ്റും. ഇത് കുറച്ചുകൂടി സൈസ് കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വലുതായിട്ട് കാണാൻ പറ്റും. യെസ്, കുറച്ചുകൂടി വേണമെങ്കിൽ സൈസ് കൂട്ടൊക്കെ ചെയ്യാം അല്ലെ. ഓക്കെ, ഓക്കെ, മാക്സിമം ആണ് അല്ലെ, മാക്സിമം ആണ്. മൊബൈലിൽ ചെയ്യാൻ പറ്റിയ മാക്സിമം ആണ്. ഇപ്പൊ നമ്മൾ ചെയ്ത് നോക്കി 36. കമ്പ്യൂട്ടറിന് കുറച്ചുകൂടി സൈസ് കൂട്ടാം. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്താ ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ഇമേജ് കണ്ടല്ലോ, ആ രൂപത്തിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു അല്ലെ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇമേജുകളൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ കാണുന്ന DP ഷീറ്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഒരു ഫീച്ചർ. ഉദാഹരണം പറഞ്ഞാൽ ഈ സ്മാർട്ട് ലെഡ്ജർ പ്രോ എന്നുള്ള ഈ ഒരു ഫയല് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഇത് ഗൂഗിൾ ഷീറ്റിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, അത്
ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരണം. എന്തിലേക്ക് കൊണ്ടുവരണം? എന്റെ അല്ലെ എന്റെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ അതിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഓപ്ഷൻ ഉണ്ട് എന്ത്, ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത് ക്ലിക്ക് ചെയ്താൽ എന്താ വർക്ക് ആവില്ല അല്ലെ, നമുക്ക് കാണാം ഇവിടെ വർക്ക് ആവില്ല. ഇത് എന്താവില്ല, ഈ ഹോമിലേക്ക് വരുന്നത് പലപ്പോഴും കാണാൻ പറ്റാറില്ല, ഇത് വർക്ക് ആവാറില്ല. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാല് ഡ്രൈവിലേക്ക് പോകാനുള്ളതാണ്. നമ്മൾ ഗൂഗിൾ ഷീറ്റില് ഈ ത്രീ ഡോട്ട്സിലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കാൻ പറ്റാറില്ല. ക്ലിയർ? ഗൂഗിൾ ഷീറ്റിലെ ഈ 3 ഡോട്ട്സ് പോയിട്ടുള്ള ഹോം സ്ക്രീൻ, ആഡ് ടു ഹോം സ്ക്രീന് വർക്ക് ആവാറില്ല. അതിനുള്ള ഒരു പരിഹാരം എന്നുള്ളത് എന്താണ്? നമ്മൾ ഡ്രൈവിൽ പോവാം. ഓക്കെ, എന്നാൽ സെർച്ച് ചെയ്യാം. ഡ്രൈവിൽ പോയിട്ട് എന്റെ ഫയൽ സെർച്ച് ചെയ്തപ്പോൾ എന്റെ ഡ്രൈവ് ആണ് അല്ലെ, എക്സൽ ഡ്രൈവ് ആണ്. ഞാൻ പോയി സെർച്ച് ചെയ്യുന്നത് പ്രോ, എന്ത് പ്രോ, ഡിജിറ്റൽ വാലറ്റ് സെർച്ച് ചെയ്യുന്നു. യെസ്, ഒരുപാട് ഫയൽ ഉണ്ട് അല്ലെ. ഡിജിറ്റൽ വാലറ്റ് പ്രോ, സ്മാർട്ട് ലെഡ്ജർ ആണോ? യെസ്, സ്മാർട്ട് ലെഡ്ജർ ആണല്ലേ, സ്മാർട്ട് ലെഡ്ജർ ആണ്. യെസ്, സ്മാർട്ട് ലെഡ്ജർ പുറത്തായി. യെസ്, ഇതാണ് നമ്മളെ ഫയല്. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ടു ഹോം സ്ക്രീൻ കണ്ടോ, ഡ്രൈവിൽ വന്നിട്ട് ഈ താഴെ ആഡ് ടു ഹോം സ്ക്രീൻ ക്ലിക്ക് ചെയ്യും. യെസ്, ഇനി നമുക്ക് വന്ന് നോക്കാം. ഇവിടെ കാണാൻ പറ്റില്ലേ സ്മാർട്ട് ലെഡ്ജർ, ഇവിടെ വന്നു അല്ലേ, നമ്മൾ ഹോം സ്ക്രീനിൽ വന്ന് കാണാൻ പറ്റും. യെസ്, ആ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫയല് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ഫയലുകൾ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫയലുകൾ പെട്ടെന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മൊഡ്യൂള് 6 ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ പറഞ്ഞു, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് നമ്മൾ പറഞ്ഞു, ഇൻസേർട്ട് ഇമേജസ് ആൻഡ് ലിങ്ക്സ് പറഞ്ഞു, ഇൻസേർട്ട് ചാർട്ട്സ് പറഞ്ഞു, DP ഷീറ്റ് പറഞ്ഞു, ആഡ് ഫിൽറ്റർ പറഞ്ഞു, ആഡ് ടു ഹോം സ്ക്രീനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി മൊഡ്യൂൾ 7 ആണ് കവർ ചെയ്യുന്നത്. അത് അടുത്തൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കവർ ചെയ്യാം. താങ്ക് യു.